മഴതോരും മുൻപേയുടെ അവസാന ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയും മനുവും തമ്മിലുള്ള കല്യാണത്തിന് സ്റ്റാൻലി സമ്മതിക്കുന്നു. എന്നാൽ ശിവശങ്കരും രാജീവ് മേനോനും കമലയുമെല്ലാം ഒരുപാട് എതിർക്കുന്നു. മനു അവരോടെല്ലാം ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുന്നതാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എടാ, സ്വന്തം വീട്ടിലെ സമാധാനമാ ഏറ്റവും വലുത്, രാജീവ് മേനോൻ പറഞ്ഞു. ഈ വീട്ടിൽ വന്ന് ആര് കെടുത്തുന്ന സമാധാനം? ഞാൻ കഴക്കൂട്ടത്ത് ഒരു വാടക വീട് നോക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഒരു സമാധാനക്കേടും ഉണ്ടാവില്ല. ഇവിടെ സമാധാനക്കേടുണ്ടാക്കാൻ ഇങ്ങോട്ട് വരുന്നുമില്ല, മനുശങ്കർ പറഞ്ഞു. നീയൊരു കാര്യം ഓർക്കണം, നിന്റെ ജീവിതം പോലെയല്ല അവളുടേത്. നീ നിന്റെ ഉദ്യോഗത്തിൽ നല്ല ഭാവിയുള്ള ചെറുപ്പക്കാരനാ. അനാഥാലയവും അനാഥരും മാത്രമാ അവളുടെ ലോകം. രണ്ടും കൂടി എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും? എന്റെ ജോലി ഞാൻ ചെയ്യും, അവളുടെ ജോലി അവൾ ചെയ്യും. അപ്പോ നിന്റെ കാര്യങ്ങൾ നോക്കാൻ അവൾക്ക് സമയം കിട്ടോ? അലീൻ അതെല്ലാം വേണ്ട പോലെ കൈകാര്യം ചെയ്തോളൂ മങ്കിളെ. അതൊക്കെ കണക്കൂട്ടിട്ടാ കഴക്കൂട്ടത്ത് വീടെടുക്കുന്നേ. ഞാൻ രാവിലെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവൾക്ക് സ്നേഹനികേതനത്തിലേക്ക് പോകാം. ജോലി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് എത്തിയാൽ മതി. വൈകിട്ട് സമയമുണ്ടെങ്കിൽ 1-2 മണിക്കൂർ പിന്നെയും പോകാം. വേണമെന്ന് വെച്ചാൽ എനിക്കും ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അങ്കിളെ, സന്മനസ്സുണ്ടെങ്കിൽ എന്താ വയ്യാത്തത്? എടാ, അവളെ കല്യാണം കഴിച്ചാൽ നിനക്ക് സ്ത്രീധനം വല്ലതും കിട്ടുമോ? ഇപ്പോഴത്തെ നിന്റെ നിലയ്ക്കും വിലയ്ക്കും ജോലിക്കും അനുസരിച്ച് 25 ലക്ഷമെങ്കിലും കിട്ടേണ്ടതാ. രാജീവ് മേനോൻ അടുത്ത പ്രശ്നം എടുത്തിട്ടു. സ്ത്രീധനമൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. അലീനയുടെ പപ്പ കൊടുത്താലും അവൾ വാങ്ങില്ല. അല്ലെങ്കിൽ തന്നെ അവളുടെ പപ്പ മറ്റൊരു വിധത്തിൽ അവൾക്കത് കൊടുത്തു കഴിഞ്ഞു. സ്നേഹനികേതനം ഇപ്പോഴും അവിടേക്ക് സഹായമായി എന്തെല്ലാം എത്തിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു, മനുശങ്കർ പറഞ്ഞു. കുറെ അനാഥർക്ക് താമസിക്കാനുള്ള കെട്ടിടം വാങ്ങിച്ചു കൊടുത്തത് കൊണ്ടോ അവരിടയ്ക്കിടെ സഹായിച്ചത് കൊണ്ടോ നിനക്കെന്താണ് നേട്ടം? നിനക്ക് കിട്ടാനുള്ളത് കിട്ടണ്ടേ? ശിവശങ്കരൻ ചോദിച്ചു. അച്ഛാ, അലീനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയപ്പോ അവൾ കടപ്പാട്ടൂരെ വീട്ടിൽ ജയന്തി ആന്റിയുടെ വേലക്കാരിയായിരുന്നു. സ്ത്രീധനമായി ഒന്നും തരാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടതും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതും. അതിനുശേഷമാണ് പണക്കാരനായ ഒരു പപ്പ അവൾക്കുണ്ടെന്ന് അറിയുന്നത്. എന്നാൽ കുറച്ചു പൈസ കൂടി കണക്ക് പറഞ്ഞ് വാങ്ങിക്കളയാമെന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അവളെയെങ്കിലും എനിക്ക് കിട്ടണേന്നായിരുന്നു ഇതുവരെയുള്ള എൻ്റെ പ്രാർത്ഥന. അതിനുവേണ്ടിയാ ഞാൻ കഴിഞ്ഞ 5 വർഷം കാത്തിരുന്നത്. ഇപ്പോഴും എനിക്ക് വേറൊന്നും വേണ്ട. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ജോലി ചെയ്തുണ്ടാക്കിക്കൊള്ളാം. മനുശങ്കറിന്റെ വാക്കുകളിലെ ദൃഢനിശ്ചയം സുവ്യക്തമായിരുന്നു. പിന്തിരിപ്പിക്കാനാവാത്ത വിധം ഉറച്ച കാൽവയ്പുകൾ പോലെയാണവ എന്ന് കമലയ്ക്കൊഴികെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ശിവശങ്കരന് മറ്റുള്ളവരും മനുവിനോടുള്ള എതിർപ്പുമായി മുന്നോട്ടു പോകാനാവാതെ തപ്പിത്തടയുന്നത് കണ്ട് കമലയ്ക്ക് വേവലാതിയായി. എനിക്കറിയാം, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, ഞാൻ മഹാപാപമൊന്നുമല്ല ചെയ്യുന്നതെന്ന്. അലീന ആരാണെന്നും അറിയാം. അവൾക്ക് ഈ തറവാടുമായുള്ള ബന്ധവും അറിയാം. അവളുടെ സ്വഭാവത്തെക്കുറിച്ചും ഇവിടെ ആരോടും പറയേണ്ട കാര്യമില്ല. പഠിപ്പുണ്ടോ, ജോലിയുണ്ടോ, സ്ത്രീധനം കിട്ടുമോ, ഇത് മൂന്നുമാണ് കണക്കിലെടുക്കേണ്ട മറ്റു കാര്യങ്ങൾ. അലീനയുടെ അത്രയും പഠിപ്പ് എനിക്ക് പോലും ഇല്ല. അവൾക്ക് ഡിഗ്രിയൊന്നും ഇല്ലായിരിക്കും, അതിന്റെ ആവശ്യവുമില്ല. പിന്നെ ജോലി, അവളുടെ അത്രയും ജോലി ചെയ്യുന്നവർ ആരുണ്ട്? ശമ്പളം കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കണ്ട. കാരണം ഈശ്വരനാണ് അവൾക്ക് ശമ്പളം കൊടുക്കുന്നത്. അത് എത്രയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. എത്രയായാലും നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ആരും അറിയാതെ ഒരു അനാഥാലയത്തിൽ കിടന്ന അവളുടെ ജീവിതം ഇത്ര വരെയൊന്നും എത്തിപ്പെടില്ലല്ലോ. പിന്നെ അവശേഷിക്കുന്ന ആരോപണം അമ്മ നാവെടുക്കുമ്പോഴെല്ലാം പറയാറുള്ളത് പോലെ പിഴച്ചുണ്ടായവൾ എന്ന ദുഷ്ടപ്പേര് മാത്രമാണ്. വാസ്തവത്തിൽ പിഴച്ചവരും പിഴപ്പിച്ചവരും ആരൊക്കെയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. മനുശങ്കർ പറഞ്ഞു നിർത്തിയിട്ട് ശിവശങ്കരനെയും ഗംഗാധരനെയും നോക്കി. അവർ ദൃഷ്ടി മാറ്റിക്കളഞ്ഞു. എടാ മനു, അവളെ നീ കല്യാണം കഴിച്ചാൽ ഈ കുടുംബത്തിന്റെ സ്വത്തീന്ന് ചില്ലിക്കാശ് നിനക്ക് കിട്ടത്തില്ലെന്ന് നീ കരുതിക്കോ, കമല ഭീഷണി മുഴക്കി. ഈ തറവാട്ടിൽ പിന്നെ കാലുകുത്താമെന്ന് നീ വിചാരിക്കണ്ട. അമ്മ ഏത് ലോകത്താ ജീവിക്കുന്നേ? ഇതൊക്കെ പഴയ തലമുറയുടെ നമ്പറല്ലേ? കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇതൊക്കെ ഫലിക്കുമായിരുന്നു. അന്ന് ഭൂസ്വത്തും വീടും കൃഷിയും മാത്രമായിരുന്നു ജീവിതമാർഗം. ഇന്നത്തെ ചെറുപ്പക്കാരെല്ലാം ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ അമ്മേ. ഈ ഓലപ്പാമ്പ് കാണിച്ചാ അവര് പേടിക്കുവോ? മനുശങ്കർ കൂസലന്യെ അകത്തേക്ക് കയറിപ്പോയി. ശിവശങ്കരൻ ജ്യേഷ്ഠനെയും അനുജനെയും നോക്കി. നീ പറഞ്ഞപ്പോഴേ ഞങ്ങൾക്കറിയായിരുന്നു ഇതൊക്കെ ഇങ്ങനെയേ കലാശിക്കൂ എന്ന്, ഗംഗാധരൻ പറഞ്ഞു. കമല മസില് പിടിച്ചാൽ അവൻ വഴങ്ങോ? 5 വർഷത്തെ അവന്റെ കാത്തിരിപ്പാ. നമ്മൾ ജീവനില്ലാത്ത കുറെ ന്യായം പറഞ്ഞ് നാണം കെട്ടത് മിച്ചം. വളരെ ഗുരുതരമായ ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് നീ പറഞ്ഞതുകൊണ്ടാ ഞാൻ നീലഗിരിയിൽ നിന്ന് കാറോടിച്ചു വന്നത്. ഇതിനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരികയില്ലായിരുന്നു.
ഗംഗാധരൻ പറഞ്ഞു. ശിവശങ്കരൻ ഒന്നും പറയാനില്ലാതെ നിന്നു. ശിവ, നീ അതങ്ങ് നടത്തിക്കൊടുത്തേക്ക്. അതാ ബുദ്ധി. ആരുടെയും സപ്പോർട്ടില്ലെങ്കിലും കുട്ടികളത് നടത്തിയിരിക്കും. ജയന്തിയുടെയും സ്റ്റാൻലിയുടെയും പിന്തുണയും സഹായവും അവർക്ക് കിട്ടുമ്പോൾ നമ്മുടെ എതിർപ്പിന് എന്ത് വില? പിന്നെ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ നിന്റെ മകന് അലീനേക്കാൾ നല്ല ഒരു പെൺകുട്ടിയെ കിട്ടാനുണ്ടോ ഈ ലോകത്ത്? ഭർത്താവിന് നല്ല ഭാര്യ, കുട്ടികൾക്ക് നല്ല അമ്മ, ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും ആശ്വാസവും സന്തോഷവും, ചുറ്റുമുള്ളവർക്ക് താങ്ങും തണലും പ്രതീക്ഷയും. ഇതിൽ കൂടുതൽ എന്താകാൻ പറ്റും ഒരു പെണ്ണിന്? ശിവശങ്കരൻ അതിനും ഉത്തരമൊന്നും പറഞ്ഞില്ല. മനുശങ്കർ തിരിച്ചു പോകുന്നതിന് മുൻപ് മുത്തശ്ശിയുടെ മുറിയിൽ ചെന്നു. വീട്ടിലെ സംസാര വിഷയങ്ങൾ സൗദാമിനി അമ്മയുടെ ചെവിയിലും എത്തിയിരുന്നു. മോനെ മനു, ഞാൻ എല്ലാം അറിയുന്നുണ്ട്. കമലേ ശിവനും പറയുന്നത് കേട്ട് നീ വിഷമിക്കണ്ട. ഈശ്വരൻ കൊണ്ടുവന്ന് തന്നതാ അവളെ നിനക്ക്. മനുവിന് സന്തോഷമായി. ഞങ്ങൾക്ക് മുത്തശ്ശിയുടെ അനുഗ്രഹം ഉണ്ടാവൂലോ, അതു മതി. ഞാനത് എപ്പോഴേ തന്നു കഴിഞ്ഞു മോനെ. സൗദാമിനി അമ്മ അവന്റെ ശിരസിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. ഇവിടുന്ന് ആരും വന്നില്ലെങ്കിലും എനിക്ക് നിങ്ങളുടെ കല്യാണം കാണണം മോനെ. നീ വേണം എന്നെ കൊണ്ടുപോകാൻ. യാതൊരു ആർഭാടവും ഉണ്ടാവില്ല മുത്തശ്ശി ഞങ്ങളുടെ വിവാഹത്തിന്. രജിസ്റ്റർ മാരേജല്ലേ. പൂമാലയിടയിലും രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കലും താലികെട്ടലും മാത്രം. സ്നേഹനികേതത്തിലെ പാവങ്ങൾക്ക് സദ്യ. നമുക്കെല്ലാം ചായയും ഉഴുന്നുവടയും മതിയോ? എനിക്കൊന്നും വേണ്ടട കുട്ടാ. ആ ചടങ്ങൊന്ന് കാണണം, നിങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച്. അത് ഞാൻ ഏറ്റു മുത്തശ്ശി. മനുശങ്കർ വാക്കുകൊടുത്തു. വലിയ ആർഭാടത്തിൽ അലീനയുടെ വിവാഹം നടത്താനായിരുന്നു സ്റ്റാൻലിയുടെ ആലോചന. അലീന വന്ന് ചോദിച്ചു, പപ്പ എത്ര രൂപ വരെ ചെലവാക്കും എന്റെ കല്യാണത്തിന്? സ്ത്രീധന പണവും സ്വർണവും അവൾ മുൻപേ തന്നെ നിരസിച്ചതാണ്. സദ്യവട്ടങ്ങൾക്കും അലങ്കാരങ്ങൾക്കും ഒരുക്കങ്ങൾക്കുമെല്ലാമായി 2 ലക്ഷം രൂപയെന്നാണ് സ്റ്റാൻലി കണക്ക് കൂട്ടിയത്. അത് സ്റ്റാൻലി അലീനയെ അറിയിച്ചപ്പോൾ അലീന പറഞ്ഞു, ആ പൈസ കൊണ്ട് അന്നേ ദിവസം അതേ സമയം തന്നെ ഒരു പെൺകുട്ടിയുടെ കല്യാണം കൂടി നടത്തണം പപ്പായി, ഞങ്ങളുടെ സിന്ധുവിന്റെ. സ്റ്റാൻലിയുടെ മുഖത്തെ തെളിച്ചം മങ്ങി. പപ്പ വിഷമിക്കരുത്. എത്ര പെൺകുട്ടികളാ പൈസയില്ലാഞ്ഞ് കല്യാണം നടത്താൻ നിവൃത്തിയില്ലാതെ നിൽക്കുന്നത്? എത്ര രോഗികളാ വേണ്ട പോലെ ചികിത്സിക്കാൻ പണമില്ലാതെ മരിച്ചു പോകുന്നത്? രോഹിത് എന്നോട് പറഞ്ഞതാ കല്യാണം കേമമായിട്ട് നടത്താമെന്നും അതിന്റെ ചെലവെല്ലാം അവൻ എടുത്തോളാം എന്നും. അവൻ മുടക്കാമെന്ന് പറഞ്ഞ പൈസ ഞാൻ ഹാർട്ടിന്റെ ഓപ്പറേഷന് പൈസ ഇല്ലാതെ മെഡിക്കൽ കോളേജിൽ കിടന്ന ഒരു പെൺകുട്ടിക്ക് കൊടുപ്പിച്ചു. 2 ആഴ്ചക്കകം ആ കുട്ടിയുടെ ഓപ്പറേഷൻ നടക്കും. പപ്പയ്ക്കറിയോ എത്ര പേരാ ഓരോ ദിവസവും സഹായം അപേക്ഷിച്ച് സ്നേഹനികേതനത്തിൽ വരുന്നത്? നമ്മൾ അതിന്റെ പുറകെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാ അറിയുന്നത് എന്തെല്ലാം കഷ്ടപ്പാടും ദുരിതങ്ങളുമാ ഓരോരുത്തർ അനുഭവിക്കുന്നതെന്ന്. എന്റെ കല്യാണം നടക്കുമ്പോൾ 2 പെൺകുട്ടികളുടെ ജീവിതം രക്ഷപ്പെടുമെങ്കിൽ അതിനേക്കാൾ വലിയ ആഘോഷം വേറെന്താ പപ്പായെ? സ്റ്റാൻലിക്ക് ആദ്യം തോന്നിയ അനിഷ്ടം പതിയെ പതിയെ മാഞ്ഞുപോയി. കല്യാണത്തിന് ആർഭാടമൊന്നുമില്ലെങ്കിലും ആഘോഷത്തിന് ഒരു കുറവും വരരുത്. അത് ബബിതയും ടാനിയും കൃഷ്ണയും അടക്കമുള്ള ജൂനിയേഴ്സിന്റെ തീരുമാനമായിരുന്നു. ചായയും ബിസ്ക്കറ്റും മിഠായിയും മതി സൽക്കാരത്തിന്. പക്ഷേ എല്ലാവരും കഴക്കൂട്ടത്ത് ഒത്തുചേരണം. കല്യാണത്തിന്റെ തലേ ദിവസം തന്നെ ബന്ധുമിത്രാദികളെയെല്ലാം ക്ഷണിച്ചു വരുത്തണം. ബബിതയും രോഹിത്തും രേവതിക്കുട്ടിയും ടാനിയും കൂടി ആ ചുമതല ഏറ്റെടുത്തു. ശരണ്യെ കൂടി അവർക്ക് കൂട്ടിന് കിട്ടി. മനുശങ്കറും അലീനയും തമ്മിലുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യാൻ നിശ്ചയിച്ചതിന്റെ തലേ ദിവസം തന്നെ എല്ലാവരും കഴക്കൂട്ടത്ത് എത്തിച്ചേർന്നു. എറണാകുളത്ത് നിന്ന് മാമച്ചനും ഗ്രേസമ്മയും ഷെറിനും ചിന്നുമോളും, പത്തനാപുരത്ത് നിന്ന് ഔസേപ്പച്ചനും ഭാര്യയും ജോസുകുട്ടിയും സാന്ദ്രയും, പുല്ലൂരിൽ നിന്ന് റോബർട്ടും ആൻസിയും ദിയാമോളും ജോൺ പോളും അവരുടെ കൊച്ചനുജത്തി ലാലിയും, ആൽബർട്ടും ഭാര്യയും ശോഭിയും മിലനും, കുളത്തൂപ്പുഴയിൽ നിന്ന് സ്റ്റാൻലിയും എൽസമ്മയും ടോജോയും ടാനിയയും ടെൽസയും, കടപ്പാട്ടൂരിൽ നിന്ന് രോഹിത്തും രേവതിക്കുട്ടിയും ബബിതയും കൃഷ്ണയും, കൊല്ലപ്പള്ളിയിൽ നിന്ന് സൗദാമിനിയമ്മയും ശിവശങ്കരനും, നീലഗിരിയിൽ നിന്ന് ഗംഗാധരനും മാലതിയും, തിരുവനന്തപുരത്ത് നിന്ന് മനുശങ്കറും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും. സ്നേഹനികേതനത്തിന്റെ മുറ്റത്ത് അലങ്കാരങ്ങളൊന്നുമില്ലാത്ത ഒരു പന്തലിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാവരും ഒത്തുകൂടി. കുട്ടികളുടെ പാട്ടും നൃത്തവും തമാശകളും മറ്റുമായി ആഘോഷം രാത്രി 1 മണിവരെ നീണ്ടു. കഴക്കൂട്ടത്തെ ഒരു ലോഡ്ജിൽ മനുശങ്കറും രോഹിത്തും ചേർന്ന് അവർക്ക് താമസ സൗകര്യവും ഒരുക്കിയിരുന്നു. കോളിംബൽ കേട്ട് വാതി തുറന്ന വീട്ടമ്മ ഉച്ചമയക്കം അലോസരപ്പെട്ടതിന്റെ നീരസത്തിലും ആലസ്യത്തിലും നെറ്റി ചുളിച്ചു ചോദിച്ചു, ആരാ, എന്തു വേണം? ഞങ്ങൾ കുറച്ചകലെ ഒരു ഓർഫനേജിൽ നിന്ന് വരികയാ. എന്തെങ്കിലും സഹായം? സിറ്റൗട്ടിൽ വിനയാനിതരായി നിന്ന സ്ത്രീകളുടെ നേർക്ക് വീട്ടമ്മ തട്ടിക്കയറി. ഇവിടെ ഒരു സഹായവുമില്ല. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ സിറ്റൗട്ടിൽ കയറിയതും ബെല്ലടിച്ചതും?
ക്ഷമിക്കണം, സഹായം ചോദിക്കാൻ വേണ്ടിയാ. പൈസ ഇല്ലെങ്കിൽ പഴയ ഡ്രസ്സ് വലുതും തന്നാലും മതി. നിറം മങ്ങിയതോ കീറിയതോ എന്തായാലും കുഴപ്പമില്ല. ഓർഫനേജിലെ പാവങ്ങൾക്ക് വേണ്ടിയാ. ഇവിടെ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഓരോ തട്ടിപ്പുകാരികൾ ഇറങ്ങിക്കോളും. ഓർഫനേജ് എന്നും ചികിത്സാ സഹായം എന്നും ഒക്കെ പറഞ്ഞോണ്ട്. അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയ പിരിവുകാരെ കൊണ്ടും ഓരോരോ സംഘടനകളുടെ പിരിവ് കൊണ്ടും പൊറുതിമുട്ടിയിരിക്കുക. വീട്ടമ്മ അവരുടെ നേർക്ക് കയർത്തു. ആരാ മമ്മി അവിടെ? അകത്തു നിന്ന് ഒരു സ്ത്രീ ശബ്ദം വന്നു. ഓരോ പെണ്ണുങ്ങൾ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുക. ഓർഫനേജിന്റെയും പുവർ ഹോമിന്റെയും ഒക്കെ പേര് പറഞ്ഞ്. മോഷ്ടിക്കാൻ വല്ലതും ഉണ്ടോന്നായിരിക്കും നോട്ടം. ആൾതാമസമില്ലാത്ത വീടൊക്കെ കണ്ടുവയ്ക്കുകയും ചെയ്യാലോ. അയ്യോ, ഞങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ. ഞങ്ങളുടെ കൈവശം MLA യും പഞ്ചായത്തും പ്രസിഡന്റും ഒക്കെ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. ഇവിടെ ആർക്കും ഒന്നും കാണണ്ട, പോയേ. വീട്ടമ്മ ദേഷ്യത്തോടെ പുറംകൈ വീശിക്കാട്ടി. പിരിവിന് വന്നവർ സിറ്റൗട്ടിൽ നിന്ന് ഇറങ്ങി. സോറി, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ക്ഷമാപണം നടത്തിയ സ്ത്രീയെ വാതുക്കലേക്ക് വന്ന യുവതി സൂക്ഷിച്ചു നോക്കി. അത്ഭുതവും അവിശ്വസനീയതയും കൊണ്ട് അവളുടെ മിഴികൾ വിടർന്നു. ദൈവമേ, ജയന്തി ടീച്ചറല്ലേ ഇത്? ഇപ്പോൾ വൈജയന്തിയും അവളെ തിരിച്ചറിഞ്ഞു. ഡിഗ്രി ഫൈനലിന് 4 വർഷം മുൻപ് താൻ പഠിപ്പിച്ച ടീന ടോംസ്. ടീച്ചർ എങ്ങനെയാ ഇവിടെ? അവൾ വേഗം വൈജയന്തിയുടെ അടുത്തേക്ക് വന്നു. കഴക്കൂട്ടത്ത് ഒരു ഓർഫനേജ് ഉണ്ട്, സ്നേഹനികേതനം. എന്റെ മോളാ അത് നടത്തുന്നത്. ഞാനിപ്പം അവിടെയാ. അപ്പോ ജോലിയോ? ഞാൻ VRS എടുത്തു. 3 വർഷമായി. വൈജയന്തി പുഞ്ചിരിച്ചു. ഇപ്പം ഇതൊക്കെയാ എന്റെ ജോലി. ഓർഫനേജിൽ കുറെ പാവങ്ങളുണ്ട്. അവർക്ക് ഭക്ഷണം വേണം, വസ്ത്രം വേണം, മരുന്ന് വേണം. ഇങ്ങനെ വീടുതോറും കയറിയിറങ്ങി നടന്ന് സന്മനസ്സുള്ളവർ തരുന്നത് വാങ്ങും. ടീന വൈജയന്തിയെ അടിമുടി നോക്കി. കോളേജിലെ ക്ലാസ് റൂമിലേക്ക് ജയന്തി ടീച്ചർ കയറി വരുന്ന രംഗം അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു. വിലപിടിച്ച സാരികൾ മാറി മാറി ധരിച്ച്, കയ്യിലും കഴുത്തിലും കാതിലും വിരലിലും സ്വർണം അണിഞ്ഞ്, ഏതൊക്കെയോ പൂക്കളിൽ നിന്ന് നീറ്റിയെടുക്കുന്ന തീഷ്ണ സൗരഭ്യത്തോടെ. അതേ ജയന്തി ടീച്ചറാണ് ഇപ്പോൾ വില കുറഞ്ഞ ഒരു സെറ്റ് സാരി ഉടുത്ത്, കയ്യിലും കഴുത്തിലും ആഭരണങ്ങളൊന്നുമില്ലാതെ പരിത്യക്തിയെ പോലെ. എന്റെ കല്യാണം കഴിഞ്ഞു ടീച്ചറെ. ഹസ്ബൻഡിന്റെ വീടാ ഇത്. ടീച്ചർ പോകല്ലേ, ഇപ്പൊ വരാം. അവൾ ആശ്ചര്യപ്പെട്ടു നിന്ന വീട്ടമ്മയും കൂട്ടി അകത്തേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ കയറിയിരിക്കാനുള്ള ക്ഷണവും കൂൾ ഡ്രിങ്ക്സുമായി വീട്ടമ്മ വന്ന് വൈജയന്തിയോട് ക്ഷമാപണം പറഞ്ഞു. അറിയാതെ പറഞ്ഞതാ കേട്ടോ, സോറി. ടീന, ചായ എടുക്ക്, കഴിക്കാതെ പോകല്ലേ. അയ്യോ, ഒന്നും വേണ്ട, ഇത് തന്നെ ധാരാളം. മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ വൈജയന്തിയും കുട്ടിയമ്മയും കൂൾ ഡ്രിങ്ക്സ് വാങ്ങി. അകത്തേക്ക് പോയി വീട്ടമ്മ ഒരു കെട്ട് പഴയ വസ്ത്രങ്ങളും കയ്യിൽ കുറെ കറൻസി നോട്ടുകളുമായി വന്നു. ടീന പിന്നാലെ വന്ന് കുശലം ചോദിച്ചു. ടീച്ചറുടെ കുട്ടികളൊക്കെ ഇപ്പം എവിടെയാ? മൂത്ത മോളുടെയും മോന്റെയും കല്യാണം കഴിഞ്ഞു. ബാക്കിയുള്ളവർ പഠിക്കുന്നു. കൂൾ ഡ്രിങ്ക്സ് കുടിച്ചിട്ട് വൈജയന്തി കുട്ടിയമ്മയും ഗ്ലാസുകൾ തിരിച്ചു കൊടുത്തു. വളരെ നന്ദിയുണ്ട് കേട്ടോ. ടീച്ചർ കേറിയിരുന്നില്ല, ചായ കുടിച്ചില്ല. ടീന പരിഭവം പറഞ്ഞു. സമയമില്ലാഞ്ഞിട്ടാ, പോയിക്കോട്ടെ. പഴയ വസ്ത്രങ്ങൾ വാരിക്കെട്ടി അവർ അടുത്ത വീട് ലക്ഷ്യമാക്കി നടന്നു കഴിഞ്ഞു. ഇനി അലീനയും മനുശങ്കറിനെയുമാണ് നമ്മൾ കാണുന്നത്. മാർബിൾ സ്തൂപത്തിലേക്ക് മുതുകു ചാരി കാലുകൾ നീട്ടിവെച്ച് വരണ്ടു കിടന്ന യമുനയുടെ നേർക്ക് കണ്ണയച്ച് വെറുതെ ഇരുന്നു മനുശങ്കർ. ചിന്തകളും സ്മരണകളും വർണ്ണത്തൂവലുകൾ പോലെ അവന്റെ മനസ്സിൽ പാറിക്കൊണ്ടിരുന്നു. അലീന സെൽഫോണിൽ സംസാരിച്ചുകൊണ്ട് മാർബിൾ തളത്തിലൂടെ സ്തൂപത്തിന് ചുറ്റും നടക്കുന്നുണ്ട്. അവളുടെ പപ്പയാണ് വിളിക്കുന്നതെന്ന് മനുശങ്കറിന് മനസ്സിലായി. യമുന നദി ഒരു കറുത്ത ചാലായി ദൂരെ നിന്ന് ഒഴുകി വരുന്നത് കാണാമായിരുന്നു. ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് അലീന അവന്റെ അരികെ വന്നിരുന്നു. പപ്പയായിരുന്നു. നമ്മൾ എവിടെയാണ്, എവിടെയൊക്കെ പോയി എന്നറിയാൻ. മനുശങ്കർ ഒന്ന് ശിരസനക്കി. അവളുടെ തോളത്തുകൂടി കൈയിട്ടു. അവൾ കാലുകൾ നീട്ടിവെച്ച് അവന്റെ വക്ഷസിലേക്ക് തല ചേർത്ത് അവനെ ചാരിയിരുന്നു. യമുനയ്ക്ക് മീതെ കൂടി വീശി വന്ന കാറ്റലകളിൽ അവളുടെ മുടിയിഴകൾ ഇളകി അവന്റെ കവിളത്ത് ഉരുമ്മി. അവൻ അവയെ ഒതുക്കി വയ്ക്കുകയും അവളുടെ നെറുകയിൽ ഉമ്മ വയ്ക്കുകയും ചെയ്തു. പപ്പയും അമ്മയും കൂടി ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ ഇരിക്കണ പോലെ. അലീന മുഖം പിന്നോട്ടൽപ്പം മലർത്തി അവനെ നോക്കി. അവൻ ഒന്നും മിണ്ടാതെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു. എന്താ ആലോചിക്കണേ? അവൾ ചോദിച്ചു. അന്ന് അവരുടെ മനസ്സിൽ എന്തായിരുന്നുവെന്ന്. ഇന്ന് അവരുടെ മനസ്സിൽ എന്താ അതുതന്നെ, അവൾ പറഞ്ഞു. അന്നും താജ്മഹൽ ഇങ്ങനെ തന്നെയായിരുന്നോ? അന്നും യമുന ഇത്ര മെലിഞ്ഞാണോ ഒഴുകിയിരുന്നത്? അതേ കാറ്റ് തന്നെയാണോ വീശുന്നത്? ഈ വായുവിൽ അവർ അന്ന് സംസാരിച്ച വാക്കുകളുണ്ടോ? മനുശങ്കർ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നു.
കുതിരവണ്ടി സെന്റ് ക്ലെയർ സ്കൂളിന് മുൻപിലെത്തിയപ്പോൾ അലീന മനുശങ്കറിനെ തോണ്ടി. അമ്മ പഠിപ്പിച്ചിരുന്ന സ്കൂൾ. മനുശങ്കർ വണ്ടിക്കാരനോട് കുതിരയെ നിർത്താൻ പറഞ്ഞു. വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ അവൻ സ്കൂളും പരിസരവും നോക്കി. പപ്പ അവിടെ വന്ന് മിലിട്ടറി ജീപ്പിൽ കാത്തു കിടക്കും. അലീന തണൽമരത്തിന് കീഴിലേക്ക് വിരൽ ചൂണ്ടി. അമ്മ സ്കൂൾ വിട്ട് വരുമ്പോൾ കാണാൻ വേണ്ടി. പഴയ ആ ദൃശ്യം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അവൾ തുടർന്നു. ഞാനൊരു അനാഥയായിട്ട് ജനിച്ച് അങ്ങനെ വളർന്നതുകൊണ്ടായിരിക്കാം എനിക്കെന്റെ പപ്പയും അമ്മയും കണ്ടുമുട്ടുകയും സ്നേഹിക്കുകയും ഒന്നിച്ചുണ്ടായിരിക്കുകയും ചെയ്ത സ്ഥലങ്ങൾ വളരെയധികം പ്രിയപ്പെട്ടതായി തോന്നുന്നത്. അതുകൊണ്ടാ ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ വന്നത്. എന്നെങ്കിലും ഒരിക്കൽ മനുവേട്ടന്റെ കൂടെയും ഇവിടെ വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, മനു പറഞ്ഞു. പപ്പയും മമ്മിയും ഇവിടെ വെച്ച് കണ്ടുമുട്ടിയില്ലെങ്കിൽ, അവർ തമ്മിൽ സ്നേഹിച്ചില്ലെങ്കിൽ, അവർ ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ലല്ലോ മനുവേട്ട. അത് ശരിയാ. നിന്നെ എനിക്കൊരിക്കലും കിട്ടുകയുമില്ലായിരുന്നു, മനുശങ്കർ പ്രേമവായ്പോടെ പറഞ്ഞു. ഗേറ്റ് കടന്ന് രണ്ടുപേരും കൂടി നടന്നു ചെല്ലുന്നത് കണ്ടപ്പോൾ തന്നെ രേണുക ചൗധരി അലീനയെ തിരിച്ചറിഞ്ഞു. അലീന സ്വയം പരിചയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞു, ഓർമ്മയുണ്ട്, 3 വർഷം മുൻപ് അമ്മയുടെ കൂടെ ഇവിടെ വന്നിട്ട് പോയതല്ലേ. തന്റെ കല്യാണം കഴിഞ്ഞെന്നും ഭർത്താവാണ് കൂടെയുള്ളതെന്നും അലീന അവരെ ധരിപ്പിച്ചു. പപ്പയും അമ്മയും താമസിച്ചിരുന്ന വാടക കെട്ടിടം അലീന മനുശങ്കറിന് കാട്ടിക്കൊടുത്തു. ചെറിയ വീട് അല്ലേ മനുവേട്ട? അമ്മയുടേത് ഒരുതരം ഒളി ജീവിതമായിരുന്നു. ആഴ്ചയിൽ 2 തവണയെങ്കിലും പപ്പ ഇവിടെ വരും. അമ്മയുടെ വയറ്റിൽ ഞാനുണ്ട്. രണ്ടുപേരും എന്നെപ്പറ്റി ഒരുപാട് സ്വപ്നങ്ങളൊക്കെ നെയ്ത് വളർത്തിക്കൊണ്ട് വരികയാണ്. വേർപാട് അടുത്ത് വരികയാണെന്നൊന്നും അവർക്കറിയില്ലല്ലോ. ഒരു പെണ്ണിന് അവളുടെ ജീവിതത്തിൽ ഒരേ ഒരു പുരുഷനെ മാത്രമേ അത്രയ്ക്ക് മനസ്സൊരുക്കി സ്നേഹിക്കാൻ പറ്റൂ എന്നാണ് അമ്മ പറഞ്ഞത്. പപ്പയ്ക്കും ഒരുപാട് സ്നേഹമായിരുന്നെന്നും പറഞ്ഞു. അതുകൊണ്ടുകൂടിയായിരിക്കും വേർപിരിഞ്ഞ ശേഷം അവരുടെ ജീവിതം പരാജയമായി പോയത്, അല്ലേ മനുവേട്ട? ആയിരിക്കുമെന്നല്ല, അതെ, മനു പറഞ്ഞു. അമ്മയ്ക്ക് വലിയ അതിശയമായിരുന്നു പഴയ വീട് അങ്ങനെ തന്നെ കണ്ടപ്പോ. പെയിന്റ് മാറിയടിച്ചതല്ലാതെ വേറൊരു മാറ്റവുമില്ലെന്ന് അമ്മ പറഞ്ഞു. അമ്മയ്ക്ക് ഒരു ദിവസം ഇവിടെ താമസിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് വാടകക്കാരുണ്ടായിരുന്നത് കൊണ്ട് നടന്നില്ല. മനുശങ്കർ ആ വീടിന്റെ മുറ്റത്ത് കളിക്കുന്ന കുട്ടികളെ നോക്കി നിന്നു. ചൂടുവെള്ളത്തിൽ കുളിച്ചു തുവർത്തി മനുശങ്കർ മുറിയിലേക്ക് വന്നപ്പോൾ ബാൽക്കണിയിൽ നിന്ന് സംഭാഷണം കേട്ടു. അവൻ ഒരു നിമിഷം കാതോർത്തു. ഇനി 3 സ്ഥലം കൂടിയുണ്ട്. പാരാട്രൂപ്പ്, ജമ്പിംഗ് ഫീൽഡ്, പപ്പ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ്, അമ്മ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ്. ബാക്കിയുള്ളിടത്തെല്ലാം പോയി അമ്മേ. ആ, അവിടെയും പോയി. സംഭാഷണം തുടരുകയാണ്. മനുശങ്കർ വേഷം മാറി മുടിചീകി ബോഡി സ്പ്രേ അടിച്ച് കണ്ണാടിയിൽ നോക്കി. താൻ സുന്ദരൻ തന്നെയെന്ന് തൃപ്തിപ്പെട്ട് ബാൽക്കണിയിലേക്ക് ചെന്നു. അലീന 5-ാം നിലയുടെ ബാൽക്കണിയിൽ പാരപ്പറ്റിനോട് ചേർന്ന് ആഗ്ര നഗരത്തിന്റെ രാത്രി വിളക്കുകളെ നോക്കി നിന്ന് ഫോൺ സംസാരം തുടരുകയാണ്. മനുശങ്കർ പിന്നിലൂടെ ചെന്ന് അവളുടെ വയറിനു മീതെ കൂടി കൈകൾ ചുറ്റി വരിഞ്ഞ് കെട്ടിപ്പിടിച്ചു. അവളുടെ ചെവിയിൽ മൃദുവായി കടിച്ചു. അലീന ഒന്ന് പിടഞ്ഞു. മറുവശത്ത് രോഹിത്താണെന്ന് മനുവിന് മനസ്സിലായി. ഒന്നും മതിയാക്കടാ, അവിടുത്തെ ക്ലൈമറ്റ് അല്ല ഇവിടെ, തണുപ്പാ. കമ്പിളിയും സ്വെറ്ററും ഒന്നും പോരാ, മനുശങ്കർ ഉച്ചത്തിൽ പറഞ്ഞു. ഈ മനുവേട്ടൻ, അലീന നാണിച്ചു ചുണുങ്ങി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. രേവതിക്കുട്ടി ഉറക്കെ വിളിച്ചു പറയുന്നത് ഫോണിലൂടെ കേൾക്കാമായിരുന്നു. മനുശങ്കർ അലീനയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി. അത് വായോടടുപ്പിച്ച് ചിരിച്ചുകൊണ്ട് ആക്രോശിച്ചു. ആരടി അവിടെ കിടന്ന് അലർന്നത്? പേടിക്കാനും ആരുമില്ലെന്നാണോ വിചാരം? ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്. അനന്തരം അവൻ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. കെട്ടിപ്പിടിച്ച നിലയിൽ തന്നെ അവൻ അവളെ ഉന്തിക്കൊണ്ട് റൂമിലേക്ക് നടന്നു. പുറങ്കാൽ കൊണ്ട് ബാൽക്കണിയുടെ വാതിൽ തോണ്ടി അടച്ചു. കിടക്കയിലെത്തിയപ്പോഴേക്കും അലീന കുതറി പിടിവിടുവിച്ചു. അവൾ ബാഗിൽ നിന്ന് സ്വെറ്റർ എടുത്ത് അണിഞ്ഞു. ഇതെന്തിനാ ഈ പടച്ചട്ടിയെല്ലാം ഇങ്ങോട്ട് വരുന്നേ? എനിക്ക് പണിയുണ്ടാക്കാനാ? അലീന വന്ന് കിടക്കയിലിരുന്നതും അവൻ അതിന്മേൽ കയറി പിടിച്ചു. കാണ്ടാമൃഗത്തിന്റെ കൂടെ കിടക്കുന്ന പോലെയാ നീ ഇതിട്ടോണ്ട് കിടക്കുമ്പം. മനുശങ്കർ അത് ഊരിക്കളയാൻ ശ്രമിച്ചു. രണ്ടുപേരും തമ്മിൽ പിടിവലിയായി. എനിക്ക് തണുക്കും മനുവേട്ട, അതിനല്ലേ ഞാൻ. ഗുസ്തി പിടിച്ച് ഒടുവിൽ അലീന തോറ്റു. അവൻ സ്വെറ്റർ ഊരി മുകളിലേക്ക് എറിഞ്ഞു. അത് ഫാനിന്റെ ലീഫിൽ തൂങ്ങിക്കിടന്നു. അലീന അവന്റെ വയറ്റ് തള്ളി പിടിച്ചു. 2 ഇടിയും കൊടുത്തു. നില്ല്, ഞാൻ മസിലൊന്ന് പിടിച്ചോട്ടെ, അത് കഴിഞ്ഞ് നീ എത്ര വേണമെങ്കിലും ഇടിച്ചോ. അലീന അവൻ അണിഞ്ഞിരുന്ന ടീഷർട്ടിന്റെ അടിഭാഗം പിടിച്ചു വരുത്തി അതിനടിയിലൂടെ തല കടത്തി. അവന്റെ വയറിനു മീതെ കൂടി മുഖമുരസി ഇഞ്ചിഞ്ചായി ടീഷർട്ടിനുള്ളിലൂടെ മുകളിലേക്ക് നുഴഞ്ഞു കയറി.
പെണ്ണെ, ഇത് പൊട്ടിപ്പോകും. പൊട്ടട്ടെ. അവളുടെ മുഖം അവന്റെ നെഞ്ചിലൂടെ ഉരസി കഴുത്തിനു താഴെ എത്തിയപ്പോഴേക്കും 2 ബട്ടണും പൊട്ടി. ഇനി എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ടില്ല. തോളുകൾ ടീഷർട്ടിനുള്ളിൽ ഉടക്കി നിൽക്കുകയാണ്. മണിശങ്കർ അവളുടെ പുറത്തുകൂടി കെട്ടിപ്പിടിച്ച് കിടക്കയിലൊന്ന് മറിഞ്ഞു. പിന്നെ കൈമുട്ടുകൾ മെത്തയിലൂന്നി അലീനയുടെ മുഖത്തിനു മീതെ മുഖമുയർത്തി 2 കൈത്തലങ്ങളും വിടർത്തി അവളുടെ മുടി ചികഞ്ഞു പരത്തി. നെറ്റിയിലേക്കും കവിളത്തേക്കും വീണുകിടന്ന മുടിയിഴകളെ അവൻ നാസികത്തുമ്പുകൊണ്ട് ഉന്തി ഒതുക്കി. പിന്നെ ആ മുടിച്ചുരുളുകളെ അവൻ മൃദുവായി ചുംബിച്ചു. നെറ്റിയിൽ, പുരികങ്ങളിൽ, കൺതടങ്ങളിൽ, മൂക്കിൻ തുമ്പിൽ, കവിളിൽ, ചെവിത്തട്ടിൽ, എല്ലായിടത്തും കൊച്ചു കൊച്ചു ഉമ്മകൾ വിധിച്ചുകൊണ്ട് അവന്റെ മുഖം കുസൃതി പിടിച്ച് അലഞ്ഞു. കാണെ കാണെ അലീനയുടെ മിഴികളും മുഖവും കൂമ്പി വന്നു. താഴെ രാജ്പൂർ ദുംഗി റോഡിൽ ഏതോ കുതിരവണ്ടി പോകുന്നതിന്റെ കുളമ്പടിയൊച്ച കേൾക്കാമായിരുന്നു. അതൊഴികെ തെരുവിൽ വേറെ ശബ്ദമൊന്നുമില്ലായിരുന്നു. മണിശങ്കർ മുഖം തെല്ലുയർത്തി അലീനയെ നോക്കി. ഇപ്പോൾ ഭാവം മാറിയിരിക്കുന്നു. കവിൾത്തടങ്ങളിൽ ശോണരേഖകൾ, ചെവികൾക്ക് രക്തവർണം, പാതി തുറന്ന മിഴികളിൽ ലാസ്യലഹരി. മുഖം സൂര്യകാന്തി പോലെ വിടരുകയാണ്. അവളുടെ വിരലുകൾ അവന്റെ മുടിയിൽ മുറുകി. അവന്റെ മുഖം പിടിച്ച് തന്റെ ചുണ്ടുകളിലേക്ക് അമർത്തി. പ്രഭാതം മൂടൽമഞ്ഞിന്റെ കുളിരാടയണിഞ്ഞതായിരുന്നു. മഞ്ഞ് പുകപടലം പോലെ വായുവിലൂടെ ഒഴുകി. 5 മണിക്കുണർന്ന വൈജയന്തി തന്റെ ജോലികളിൽ വ്യാപൃതിയായിരുന്നു. എല്ലായിടത്തും വൈജയന്തിയുടെ കണ്ണും കാതും എത്തണം. സ്നേഹനികേതനത്തിന്റെ സാരഥ്യം വൈജയന്തി സ്വന്തം ചുമലിലേറ്റിക്കഴിഞ്ഞു. അവളിപ്പോൾ അലീനയുടെയോ ബബിതയുടെയോ രോഹിത്തിന്റെയോ മാത്രം അമ്മയല്ല, സ്നേഹനികേതനത്തിലെ എല്ലാ അന്തേവാസികളുടെയും അമ്മയാണ്. അവരെയെല്ലാം കാരുണ്യത്തിലും സ്നേഹത്തിലും കാത്തുപരിപാലിക്കുന്ന അമ്മ. 6 മണിയായപ്പോൾ കുട്ടിയമ്മ കിച്ചണിലേക്ക് ഓടിക്കയറി വന്നു. സ്നേഹനികേതനത്തിന്റെ ഗേറ്റിനരികെ കാവൽപ്പുര പോലെ കെട്ടിയ അമ്മത്തൊട്ടിലിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. വൈജയന്തിയുടൻ ഗേറ്റിലേക്ക് പോയി. നേരം വെട്ടം വീണ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഓടാമ്പലെടുത്ത് തുറക്കാവുന്ന അഴിവാതിലുകളുള്ള വലിയ തൊട്ടിലിൽ ചുരുട്ടിയ കൈകാലുകൾ വായുവിലേക്ക് ഉയർത്തി വിറപ്പിച്ച് കാറിക്കരയുന്ന ശിശു. തൊട്ടിൽ സ്ഥാപിച്ചിട്ട് 1 മാസമാകുന്നതേയുള്ളൂ. അമ്മത്തൊട്ടിലിന് കിട്ടിയ ആദ്യത്തെ സമ്മാനം. വൈജയന്തി കുഞ്ഞിനെ സൂക്ഷ്മതയോടെ 2 കയ്യാലി എടുത്തു. അതിനെ മാറോട് ചേർത്ത് മുഖത്തേക്ക് നോക്കി. അതിന്റെ ചോരവായിൽ നിന്ന് പാൽമണം മാഞ്ഞിട്ടില്ല. ചുണ്ടിന്റെ കോണിൽ പാൽപ്പത ഉണങ്ങിപ്പിടിച്ചിരുന്നു. ഏതോ അമ്മ ആ കുഞ്ഞിനെ മുലയൂട്ടി ഉറക്കിക്കിടത്തി പോയിട്ട് 1/2 മണിക്കൂർ പോലും ആയിട്ടില്ലെന്ന് വൈജയന്തിക്ക് തോന്നി. നെഞ്ചോടടുക്കി സാരിത്തലപ്പുകൊണ്ട് ഉടൽ പൊതിഞ്ഞു പിടിച്ചപ്പോൾ കുഞ്ഞിന്റെ കരച്ചിലടങ്ങി. അത് വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കി. ശത്രുവോ മിത്രമോ എന്ന് സംശയിച്ച് കരയണോ വേണ്ടയോ എന്നറിയാതെ കുഞ്ഞിച്ചുണ്ടുകൾ വിതുമ്പി. അത് തന്റെ കുഞ്ഞാണെന്ന് വൈജയന്തിക്ക് തോന്നി. 28 വർഷം മുൻപ് താൻ ജന്മം നൽകിയ കുരുന്ന് ജീവൻ. ജോയ്സിയുടെ ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു.